മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിത്തിൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. പാരബിൾ ഓഫ് ദ ഗ്രോയിങ് സീഡ്. ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നു, ആ വിത്ത് വളർന്നു വരുന്നു. വിത്ത് വളർന്നു വരുമ്പോൾ വിതക്കാരൻ വിശ്രമിക്കുകയാണ്. അതിന് വളർന്നു വരാനായിട്ടുള്ളൊരു സമയം കൊടുത്തുകൊണ്ട് അയാൾ വിശ്രമിക്കുന്നു. പിന്നീട് അയാൾക്ക് കാത്തിരിപ്പിൻ്റെ സമയമാണ്. കാത്തിരിപ്പ്, ധ്യാനം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങും നമ്മൾ കാണുന്ന ഒന്നാണ്. പ്രകൃതിയിലേക്കൊന്ന് നോക്കാം, അവിടെ കാത്തിരിപ്പ് കാണാമല്ലോ, ധ്യാനം കാണാമല്ലോ. മനുഷ്യൻ്റെ ജീവിതത്തിലുമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അധ്വാനം ചെയ്തിട്ട് നമ്മളൊന്ന് കാത്തിരിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ഇത് എങ്ങും കാണുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പുഴുവിൽ നിന്ന് ചിത്രശലഭത്തിലേക്കുള്ള ഒരു യാത്രക്കിടയിലുണ്ടല്ലോ ഒരു പ്യൂപ്പ അവസ്ഥ, ഒരു സമാധിയുടെ കാത്തിരിപ്പിൻ്റെ അവസ്ഥ. അങ്ങനെ നമുക്കെങ്ങും കാണുന്ന ഒന്നാണ് ഈ ധ്യാനം, കാത്തിരിപ്പ്. നോമ്പ് ഒരു ധ്യാനത്തിൻ്റെ സമയമാണ്. എൻ്റെ അധ്വാനങ്ങൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരവേല അതിൻ്റെ ഉള്ളിൽ നടക്കുവാനായിട്ട് ഞാൻ കാത്തിരിക്കേണ്ട ഒരു സമയം. അതൊരു പ്രാർത്ഥനയാണ്. എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ കൊണ്ട് അത് നടത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമായി പ്രാർത്ഥന മാറുമ്പോഴാണ് കുഴപ്പം. ഞാൻ ദൈവത്തോടൊന്ന് പറയുകയും ദൈവം എങ്ങനെയാണോ അത് നടത്തി തരുന്നത് എന്ന് അറിയാനായി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് അതിനെ സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ വിത്തിൻ്റെ ഉള്ളിലും ഒരു പ്രവൃത്തി നടക്കുന്നത് പോലെ ജീവിതത്തിലെ ഓരോ അധ്വാനത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമ്മൾ കാത്തിരിക്കണം. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്, എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് അതിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. അതുപോലെ നമുക്ക് പറയാം, ഓരോ വിത്തിൻ്റെ ഉള്ളിലും ഒരു നിയമം ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണ് അത് ഏതു തരം ചെടിയായിട്ട് മാറണമെന്ന് നമുക്ക് അറിയാനായി കഴിയുക. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെയല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് പിന്നിലും ഒരു അദൃശ്യമായ ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു തീരുമാനമാണ്, ആ ദൈവസാന്നിധ്യം എഴുതി വയ്ക്കുന്ന നിയമമാണ് അത് എങ്ങനെ ഫലവത്തായി തീരണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓർക്കാം, നമ്മുടെ ഈ നോമ്പുകാലം ധ്യാനത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ ഇടവേളകളായിട്ട് മാറട്ടെ. കുറച്ച് നാൾ ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കാനായിട്ടുള്ള ഒരു സമയമായി മാറട്ടെ. അങ്ങനെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഉണർവിൻ്റെ, ധ്യാനത്തിൻ്റെ, പ്രാർത്ഥനയുടെയൊക്കെ ഒരു നല്ല സമയമായി മാറട്ടെ.